ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 13 മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നാളെ മുതൽ ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല. അതോടൊപ്പം തന്നെ റേഷൻ സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ബന്ദ് വരാൻ പോകുന്നു. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യം റേഷൻ സംബന്ധമായിട്ട് തന്നെ പറയാം. റേഷൻ വിഹിതങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, അതായത് 8-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും ഒട്ടുമിക്ക റേഷൻ കടകളിലും ഒരുവിധം സ്റ്റോക്കുകളൊന്നും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആഴ്ച മന്ദഗതിയിലാണ് റേഷൻ വിതരണം നടന്നത്. നാളെയും അതുപോലെ തന്നെ ആകും. തിങ്കളാഴ്ചയോട് കൂടിയിട്ട് എല്ലാ ഭക്ഷ്യ വിഹിതങ്ങളും എത്തുന്നതായിരിക്കും. ഈ കോവിഡ് സമയത്ത് ഇതുവരെ ഇത്രയും താമസിച്ചിട്ടില്ല ഓരോ മാസത്തെയും ഭക്ഷ്യ വിഹിതങ്ങൾ റേഷൻ കടയിൽ എത്താൻ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു മാസമാണ് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടയിൽ എത്തിയിട്ടില്ല. അപ്പോൾ മാർച്ച് മാസത്തേത് വിതരണം ചെയ്യാൻ ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിലുണ്ട്. പക്ഷെ പിങ്കിനും ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ സ്റ്റോക്കിന് ബാക്കിയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല റേഷൻ കടകളിലും സ്റ്റോക്കുകൾ തീർന്നിട്ടുണ്ട്. എല്ലാ റേഷൻ കടകളിലും മണ്ണെണ്ണ തീർന്നിട്ടുണ്ട്. ഈ മാസം എല്ലാ റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ ഉണ്ടേനും. ഈ മാസം എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും മണ്ണെണ്ണ ഉണ്ട്. പക്ഷേ മണ്ണെണ്ണ റേഷൻ കടകളിൽ ഇല്ല. ഗോതമ്പില്ല. പച്ചരി മാത്രമാണ് നീല, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ളത്. ബാക്കിയുള്ള അരികൾ എത്തിയിട്ടില്ല. വെള്ള കാർഡുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ഭക്ഷ്യ സാധനങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ റേഷൻ കടയിൽ നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുക പഴയ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് വാങ്ങുക. ഇപ്പൊ എല്ലാ റേഷൻ കടകളിലും സുലഭമായി ലഭിക്കാൻ സാധ്യത. ഇതുവരെ ഫെബ്രുവരി കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് എല്ലാവർക്കും പോയിട്ട് കിറ്റ് വാങ്ങാം. കിറ്റ് എല്ലാ റേഷൻ കടകളിലും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് റേഷൻ സംബന്ധമായിട്ട് നിങ്ങൾ പ്രധാനമായി പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ ബാങ്ക് പ്രവർത്തിക്കുകയില്ല. നാളെ മുതൽ 4 ദിവസമാണ് ബാങ്ക് പ്രവർത്തിക്കാതിരിക്കുക. രാജ്യത്തെ ബാങ്കുകൾ നിശ്ചലമാവുകയാണ്. 2 ദിവസത്തെ പണിമുടക്കാണ് കാരണം. നാളെ 2-ാം ശനിയാഴ്ചയായിട്ട് ബാങ്ക് പ്രവർത്തിക്കുകയില്ല. മറ്റന്നാൾ ഞായറാഴ്ചയായിട്ടും ബാങ്ക് പ്രവർത്തിക്കുകയില്ല. പിന്നീട് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പണിമുടക്കാണ്. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത്. രാജ്യത്തെ വിവിധ ബാങ്ക് സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ എതിരായിട്ടാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഈ ഒരു പണിമുടക്കിൽ പങ്കുചേരും. അപ്പോൾ 4 ദിവസം ബാങ്ക് നിശ്ചലമാകും. അത് വലിയൊരു പ്രയാസമായിരിക്കും ഉണ്ടാക്കുക. ഇനി 4 ദിവസം ബാങ്ക് പ്രവർത്തിക്കുകയില്ല എന്നുള്ളത് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, 26-ാം തീയതി ഒരു ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 മാസമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി ഒരു ഭാരത് ബന്ദ് കൂടി വരാൻ പോകുന്നത്. അത് മാർച്ച് 26-ാം തീയതിയാണ്. മാർച്ച് 26-ാം തീയതി ഭാരത് ബന്ദാണ്. ഇനി മറ്റൊരു അറിയിപ്പ്, ഇന്നത്തെ സ്വർണം വിലയാണ്. സ്വർണം വില ഇന്ന് പവന് 33,480 രൂപ, ഗ്രാമിന് 4,185 രൂപ. ഇങ്ങനെയാണ് സ്വർണം നിരക്കുകൾ ഉള്ളത്. നമുക്കറിയാം, ഇന്നലെ SSLC Plus Two പരീക്ഷകൾ നീട്ടിവെച്ചിരുന്നു. SSLC Plus Two പരീക്ഷകളുടെ പുതിയ തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 30 വരെയാണ്. അത് വലിയൊരു പ്രയാസമാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത്രയാണ് ഇന്നത്തെ അറിയിപ്പുകളായിട്ട്, നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.